ആകാശത്തെ തൊട്ട സ്വപ്നം ബുർജ് ഖലീഫ. പ്രിയമുള്ളവരെ, ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് അമ്പരചുംബിയായ കെട്ടിടമായ ബുർജ് ഖലീഫയുടെ നിർമ്മാണ കഥയാണ്. നമ്മുടെ യാത്ര ദുബായ് എന്ന നഗരത്തിൻ്റെ ഹൃദയത്തിലേക്കാണ്. ഇവിടെ മരുഭൂമിയിലെ മണൽത്തരികൾക്കിടയിൽ നിന്ന് ആകാശത്തെ ചുംബിച്ചു നിൽക്കുന്ന ഒരു ഗ്ലാസ് സ്റ്റീൽ പർവ്വതമുണ്ട്. 828 മീറ്റർ ഉയരത്തിൽ മേഘങ്ങളെ ഭേദിച്ചു നിൽക്കുന്ന ബുർജ് ഖലീഫ. ഇത് കേവലം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഒരു കെട്ടിടം മാത്രമല്ല, മറിച്ച് ഒന്നിനും അതിരുകളില്ല എന്ന ദുബായിയുടെ പ്രഖ്യാപനമാണ്. ഒരു രാഷ്ട്രത്തിൻ്റെ ഇച്ഛാശക്തിയുടെയും അതിരുകളില്ലാത്ത അഭിലാഷങ്ങളുടെയും പ്രതീകമാണ്. ഇന്ന് നാം കാണുന്ന ഈ അദ്ഭുത നിർമ്മിതി ഒറ്റ രാത്രി കൊണ്ട് സംഭവിച്ചില്ല. അതിന് പിന്നിൽ പതിനായിരക്കണക്കിന് മനുഷ്യരുടെ വിയർപ്പിൻ്റെയും എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തിൻ്റെയും അതിലുപരി ഭ്രാന്തമെന്ന് ലോകം ഒരു കാലത്ത് കരുതിയ ഒരു വലിയ സ്വപ്നത്തിൻ്റെയും കഥയുണ്ട്. ആ കഥ തേടിയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ബുർജ് ഖലീഫ വെറുമൊരു ഒറ്റപ്പെട്ട കെട്ടിടമായിരുന്നില്ല. ഒരു മുൻ സൈനിക താവളമായിരുന്ന പ്രദേശത്തെ ഡൗൺ ടൗൺ ദുബായ് എന്ന പുതിയ നഗരകേന്ദ്രമാക്കി മാറ്റാനുള്ള ഒരു ബൃഹത്തായ പദ്ധതിയുടെ നട്ടെല്ലായിരുന്നു ഈ നിർമ്മിതി. ചുറ്റുമുള്ള റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്ക് മൂല്യം നൽകുന്ന ഒരു ആങ്കർ ആയിട്ടാണ് ഇതിനെ വിഭാവനം ചെയ്തത്. നമുക്ക് 2000ങ്ങളുടെ തുടക്കത്തിലേക്ക് പോകാം. ദുബായ് എന്ന എമിറേറ്റ് ലോക ഭൂപടത്തിൽ സ്വന്തമായ ഒരു ഇടം കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ്. എണ്ണ സമ്പത്ത് മറ്റ് ഗൾഫ് രാജ്യങ്ങളെ അപേക്ഷിച്ച് കുറവാണെന്ന തിരിച്ചറിഞ്ഞ ദുബായ് ടൂറിസത്തിലും വ്യാപാരത്തിലും അധിഷ്ഠിതമായ ഒരു പുതിയ സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കുകയായിരുന്നു. ഈ സമയത്താണ് ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം എന്ന ദീർഘവീക്ഷണമുള്ള ഭരണാധികാരി ലോകത്തിൻ്റെ ശ്രദ്ധ ഒറ്റയടിക്ക് ദുബായിലേക്ക് തിരിക്കുന്ന ഒരു പദ്ധതി സ്വപ്നം കാണുന്നത്. ഈ ദൗത്യം അദ്ദേഹം ഏൽപ്പിച്ചത് സർക്കാർ ഉടമസ്ഥതയിലുള്ള പ്രമുഖ റിയൽ എസ്റ്റേറ്റ് കമ്പനിയായ ഇമാർ പ്രോപ്പർട്ടീസിനെയാണ്. അതിൻ്റെ ചെയർമാൻ മുഹമ്മദ് അലബ്ബാർ ഈ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കാനുള്ള ദൗത്യം ഏറ്റെടുത്തു. അവരുടെ ലക്ഷ്യം വ്യക്തമായിരുന്നു. കേവലം ഒരു ഉയരമുള്ള കെട്ടിടമായിരുന്നില്ല, മറിച്ച് ദുബായിയുടെ പ്രതീകമായി മാറുന്ന ചോദ്യം ചെയ്യപ്പെടാനാവാത്ത ഒരു ഗ്ലോബൽ ഐക്കൺ നിർമ്മിക്കുക. ഈ സ്വപ്നത്തിന് ഒരു രഹസ്യ സ്വഭാവമുണ്ടായിരുന്നു. കെട്ടിടത്തിൻ്റെ അന്തിമമായ ഉയരം എത്രയായിരിക്കുമെന്ന് ഇമാർ പ്രോപ്പർട്ടീസ് ലോകത്തിൽ നിന്ന് മറച്ചുവെച്ചു. തുടക്കത്തിൽ അക്കാലത്തെ റെക്കോർഡ് ഹോൾഡറായ തായ്പേയ് 101 മറികടക്കാൻ 550 മീറ്ററാണ് പ്ലാൻ ചെയ്തിരുന്നത്. പിന്നീട് അത് 750 മീറ്ററായി ഉയർത്തി. നിർമ്മാണം പുരോഗമിക്കുമ്പോൾ പോലും തങ്ങളുടെ റെക്കോർഡ് മറ്റാരെങ്കിലും തകർക്കാതിരിക്കാൻ അന്തിമ ഉയരം രഹസ്യമായി സൂക്ഷിച്ചു. ഒടുവിലാണ് 828 മീറ്റർ എന്ന അവിശ്വസനീയമായ ഉയരത്തിൽ എത്തിയത്. ഈ രഹസ്യാത്മകത ഒരു വലിയ എഞ്ചിനീയറിംഗ് വെല്ലുവിളി സൃഷ്ടിച്ചു. എത്ര ഉയരവും ഭാരവും താങ്ങേണ്ടി വരുമെന്ന് കൃത്യമായി ധാരണയില്ലാതെ ഏതു ഭാരത്തെയും താങ്ങാൻ ശേഷിയുള്ള ഒരു അടിത്തറ രൂപകൽപ്പന ചെയ്യാൻ എഞ്ചിനീയർമാർ നിർബന്ധിതരായി. ഈ ഭീമൻ ദൗത്യം ഇമാർ ഏൽപ്പിച്ചത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നതിൽ വൈദഗ്ധ്യമുള്ള ഷിക്കാഗോ ആസ്ഥാനമായുള്ള സ്കിഡ്മോർ, ഓവർവിങ് ആൻഡ് മെറിൽ എന്ന പ്രശസ്ത ആർക്കിടെക്ചറൽ സ്ഥാപനത്തെയാണ്. ഈ പദ്ധതിക്ക് പിന്നിൽ 2 പ്രതിഭകളായിരുന്നു പ്രധാനമായും ഉണ്ടായിരുന്നത്. ഒന്ന് അഡ്രിയാൻ സ്മിത്ത്, കെട്ടിടത്തിൻ്റെ മനോഹരമായ രൂപം നൽകിയ ഡിസൈൻ ആർക്കിടെക്റ്റ്. 2 ബിൽ ബേക്കർ, ആ രൂപത്തെ യാഥാർത്ഥ്യമാക്കിയ അതിൻ്റെ
ഘടന രൂപകൽപ്പന ചെയ്ത ചീഫ് സ്ട്രക്ചറൽ എഞ്ചിനീയർ. അഡ്രിയാൻ സ്മിത്ത് ഈ അത്ഭുതരൂപം കണ്ടെത്തിയത് രണ്ട് പ്രധാന സ്രോതസ്സുകളിൽ നിന്നാണ്. ഒന്ന്, അവിടുത്തെ മരുഭൂമിയിൽ വിരിയുന്ന സ്പൈഡർ ലില്ലി അഥവാ ഹൈമനോകാലിസ് എന്ന പുഷ്പം. ഈ പൂവിന് 3 ഇതളുകളാണ് ഉള്ളത്. ഇതിൽ നിന്നാണ് കെട്ടിടത്തിൻ്റെ വൈ ആകൃതിയിലുള്ള അടിത്തറ രൂപം കൊള്ളുന്നത്. രണ്ടാമത്തെ പ്രചോദനം ഇറാഖിലെ 9-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച സമറയിലെ വലിയ പള്ളിയിലെ മൽവിയ എന്ന സർപ്പിൾ ആകൃതിയിലുള്ള മിനാരമായിരുന്നു. കെട്ടിടം മുകളിലേക്ക് പോകുന്തോറും പടവുകളായി ചുരുങ്ങി വരുന്ന രൂപകൽപ്പനയ്ക്ക് പ്രചോദനമായത് ഈ പുരാതന മിനാരമാണ്. ബിൽ ബേക്കറും സംഘവും അവതരിപ്പിച്ച ബ്രഡ് സ്കോർ എന്ന എഞ്ചിനീയറിംഗ് തത്വമാണ് ബുർജ് ഖലീഫയെ സാധ്യമാക്കിയത്. ഇതിൻ്റെ ഘടന ലളിതമാണ്. ഷഡ്ഭുജാകൃതിയിലുള്ള അതിശക്തമായ ഒരു കേന്ദ്രക്കോർ, അതിനെ താങ്ങി നിർത്താനായി വൈ ആകൃതിയിൽ 3 ബട്രസുകൾ അഥവാ ചിറകുകൾ. ഓരോ ചിറകും മറ്റ് 2 ചിറകുകളെ താങ്ങി നിർത്തുന്ന രീതിയിലാണ് ഇതിൻ്റെ രൂപകൽപ്പന. ഇത് കെട്ടിടത്തിന് കാറ്റിൽ ആടിയുലയാതെ പിടിച്ചു നിൽക്കാനുള്ള അവിശ്വസനീയമായ കാഠിന്യവും കെട്ടിടത്തെ തിരിക്കുന്ന ശക്തിയെ പ്രതിരോധിക്കാനുള്ള കഴിവുമാണ് നൽകിയത്. ഇവിടെയാണ് രൂപകൽപ്പനയുടെ വിജയം. ഹൈമനോകാലിസ് പുഷ്പത്തിൽ നിന്ന് ലഭിച്ച വൈ ആകൃതിയിലുള്ള തറപ്ലാൻ ഹോട്ടൽ മുറികൾക്കും അപ്പാർട്ട്മെൻറ്റുകൾക്കും പരമാവധി പുറംകാഴ്ചകൾ നൽകാൻ സഹായിച്ചു. അതേസമയം സമറ മിനാരത്തിൽ നിന്ന് പ്രചോദനം കൊണ്ട സർപ്പാകൃതിയിലുള്ള പടവുകൾ കെട്ടിടത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുവായ കാറ്റിനെ അതിജീവിക്കാനുള്ള ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് പരിഹാരമായി മാറി. സൗന്ദര്യവും സുരക്ഷയും ഒരേ രൂപകൽപ്പനയിൽ അഡ്രിയാൻ സ്മിത്തും ബിൽ ബേക്കറും സമന്വയിപ്പിച്ചു. ഒരു കെട്ടിടം നിർമ്മിക്കുമ്പോൾ എഞ്ചിനീയർമാർ ആദ്യം നോക്കുന്നത് അതിൻ്റെ അടിത്തറ ഉറപ്പിക്കാനുള്ള ഉറച്ച പാറക്കെട്ടുകൾ എവിടെയാണെന്നാണ്. എന്നാൽ ദുബായിൽ അതായിരുന്നില്ല അവസ്ഥ. മണ്ണിനടിയിൽ ഉണ്ടായിരുന്നത് ഉറച്ച പാറകളായിരുന്നില്ല, മറിച്ച് ദുർബലമായ കല്ലുകളും എക്കൽ മണ്ണും കാർബണേറ്റ് മണ്ണുമായിരുന്നു. പോരാത്തതിന് ഭൂഗർഭ ജലനിരപ്പ് വളരെ ഉയരത്തിലുമായിരുന്നു. ഈ വെല്ലുവിളിയെ അതിജീവിക്കാൻ എഞ്ചിനീയർമാർ പൈൽഡ് റാഫ്റ്റ് എന്ന സംവിധാനം ഉപയോഗിച്ചു. അത് പൈലുകൾ എന്ന് പറയുന്നത് ആദ്യം 1.5 മീറ്റർ വ്യാസവും 43 മുതൽ 50 മീറ്റർ വരെ നീളമുള്ള 192 ഭീമൻ കോൺക്രീറ്റ് പൈലുകൾ അവർ മരുഭൂമിയിലെ മണ്ണിനടിയിലേക്ക് തുരന്ന് സ്ഥാപിച്ചു. മറ്റൊന്നാണ് റാഫ്റ്റ്. ഈ 192 പൈലുകൾക്ക് മുകളിലായി 3.7 മീറ്റർ അതായത് 12 അടി ഘനമുള്ള ഒരു ഭീമൻ കോൺക്രീറ്റ് പ്ലാറ്റ്ഫോം വാർത്തു. 1,10,000 ടണ്ണിലധികം ഭാരമുണ്ടായിരുന്നു ഈ ഒരൊറ്റ പ്ലാറ്റ്ഫോമിന്. ഈ സംവിധാനം പ്രവർത്തിക്കുന്നത് ഇങ്ങനെയാണ്. കെട്ടിടത്തിൻ്റെ ലക്ഷക്കണക്കിന് ടൺ ഭാരം ആദ്യം ഈ റാഫ്റ്റിലേക്കും അവിടെ നിന്ന് 192 പൈലുകളിലേക്കും പൈലുകളിൽ നിന്ന് മണ്ണിന് അടിയിലേക്കും വിതരണം ചെയ്യപ്പെടുന്നു. ഈ പൈലുകൾ ഉറച്ച പാറയിൽ തട്ടി നിൽക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് അവയ്ക്ക് ചുറ്റുമുള്ള മണ്ണുമായുള്ള അതിശക്തമായ ഘർഷണം വഴിയാണ് കെട്ടിടത്തെ ഒരു മല പോലെ ഉറപ്പിച്ചു നിർത്തുന്നത്. അസ്ഥിവാരത്തിൻ്റെ യഥാർത്ഥ വെല്ലുവിളി കെട്ടിടത്തിൻ്റെ ഭാരം മാത്രമായിരുന്നില്ല, മറിച്ച് കാറ്റായിരുന്നു. മുകളിൽ കെട്ടിടം കാറ്റിൽ ചെറുതായി ആടിയുലയുമ്പോൾ അത് അടിത്തറയിലെ പൈലുകളെയും ചലിപ്പിക്കും. ഈ നിരന്തരമായ ആട്ടം കാരണം പൈലുകൾക്ക് മണ്ണിലുള്ള പിടുത്തം കാലക്രമേണ അയഞ്ഞു പോകുമായിരുന്നോ എന്നതായിരുന്നു എഞ്ചിനീയർമാരുടെ ഏറ്റവും വലിയ ഭയം. നിരവധി പരീക്ഷണങ്ങളിലൂടെ കാറ്റുണ്ടാക്കുന്ന ആട്ടം
പൈലുകളുടെ ശക്തിയെ ബാധിക്കുന്ന പരിധിക്കും താഴെയായിരിക്കുമെന്ന് അവർ ഉറപ്പുവരുത്തി. ഈ അദൃശ്യമായ കണക്ക് കൂട്ടലുകളാണ് ബുർജ് ഖലീഫയെ ഇന്നും സുരക്ഷിതമായി നിർത്തുന്ന പ്രധാന ഘടകങ്ങളിലൊന്ന്. 828 മീറ്റർ ഉയരത്തിൽ നിൽക്കുമ്പോൾ ഒരു കെട്ടിടത്തിൻ്റെ പ്രധാന ശത്രു ഭൂമികുലുക്കമോ സ്വന്തം ഭാരമോ അല്ല, മറിച്ച് കാറ്റാണ്. കെട്ടിടങ്ങൾ ഉയരം കൂടുന്തോറും കാറ്റ് ഒരു ഭീഷണിയായി മാറും. വാർടെക്സ് ഷെഡിംഗ് എന്നൊരു പ്രതിഭാസമാണ് എഞ്ചിനീയർമാർ ഭയന്നിരുന്നത്. കാറ്റ് ഒരു കെട്ടിടത്തിൽ തട്ടുമ്പോൾ അതിൻ്റെ വശങ്ങളിൽ നിന്ന് കാറ്റ് ഒന്നിടവിട്ട് ചുഴികളായി വേർപെടും. ഇത് ഒരു പ്രത്യേക താളത്തിലായാൽ അത് കെട്ടിടത്തെ വശങ്ങളിലേക്ക് ശക്തമായി വലിക്കാൻ തുടങ്ങും. ബോസ്റ്റണിലെ ജോൺ ഹോൺകോക്ക് ടവറിൻ്റെ നിർമ്മാണ സമയത്ത് ഈ പ്രതിഭാസം വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ബുർജ് ഖലീഫയുടെ രൂപകൽപ്പന ഈ കാറ്റിനെ ആശയക്കുഴപ്പത്തിലാക്കുന്ന രീതിയിലാണ്. കെട്ടിടം മുകളിലേക്ക് പോകുന്തോറും അതിൻ്റെ രൂപം പടവുകളായി മാറി മറിയുന്നു. സാംസങ് സിയാൻടി ബെൽജിയത്തിലെ ബെസിക്സിൽ ഉയരത്തിലേക്ക് കോൺക്രീറ്റ് പമ്പ് ചെയ്ത് ലോക റെക്കോർഡ് സ്ഥാപിച്ചു. ജർമ്മൻ കമ്പനിയായ പുട്സ്മസ്റ്റർ പകരം ഐസ് കട്ടകൾ ഉപയോഗിച്ചു. ഇത് കേവലം ഒരു നിർമ്മാണ പ്രവൃത്തിയേക്കാൾ ഒരു വലിയ കെമിക്കൽ പരീക്ഷണത്തിന് തുല്യമായിരുന്നു. 606 മീറ്റർ ഉയരത്തിലേക്ക് കോൺക്രീറ്റ് പമ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അതിഭീമമായ മർദ്ദത്തെയും മരുഭൂമിയിലെ ചൂടിനെയും ഒരേ സമയം അതിജീവിക്കാൻ ഈ ഐസ് ചേർത്തുള്ള രാത്രികാല പമ്പിങ്ങിലൂടെ അവർക്ക് സാധിച്ചു. കെട്ടിടത്തിൻ്റെ പുറംചട്ട മറ്റൊരു വലിയ വെല്ലുവിളിയായിരുന്നു. കെട്ടിടത്തെ പൂർണ്ണമായും പൊതിയാൻ 1.2 ദശലക്ഷം ചതുരശ്ര അടി വിസ്തീർണത്തിൽ ഏകദേശം 26,000 മുതൽ 28,000 വരെ ഗ്ലാസ് പാനലുകൾ ആവശ്യമായിരുന്നു. ഈ പാനലുകൾ ഇരട്ട പാളികളുള്ളതും ദുബായിലെ കത്തുന്ന സൂര്യതാപത്തെ പ്രതിഫലിപ്പിച്ച് അകത്തെ ചൂട് കുറയ്ക്കുന്നതും പൊടിക്കാറ്റിനെ പ്രതിരോധിക്കാൻ കഴിവുള്ളതുമായിരുന്നു. 2006 ഫെബ്രുവരിയിൽ നിർമ്മാണ സംഘത്തെ ഞെട്ടിച്ചുകൊണ്ട് ഒരു വാർത്തയെത്തി. ഈ സങ്കീർണമായ ഗ്ലാസ് പാനലുകൾ നിർമ്മിക്കാനും സ്ഥാപിക്കാനും കരാർ എടുത്തിരുന്ന സ്വിറ്റ്സർലൻഡിലെ പ്രശസ്ത കമ്പനിയായ ഷെറ്റ്ലിൻ ഫാസെ ടെക്നോളജി പാപ്പരായി പ്രഖ്യാപിച്ചു. ഇത് നിർമ്മാണത്തെയാകെ സ്തംഭിപ്പിക്കാവുന്ന ഒരു വലിയ തിരിച്ചടിയായിരുന്നു. കെട്ടിടത്തിൻ്റെ പുറംചട്ടയില്ലാതെ അകത്തെ പണികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഹോങ്കോങ് ആസ്ഥാനമായുള്ള ഫാർ ഈസ്റ്റ് അലൂമിനിയം അറേബ്യൻ അലൂമിനിയവുമായി ചേർന്ന് ഈ ദൗത്യം ഏറ്റെടുത്തു. ഈ അതിസങ്കീർണമായ ജോലി കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ 300-ലധികം വിദഗ്ധരായ തൊഴിലാളികളെ അവർ ചൈനയിൽ നിന്ന് ദുബായിലേക്ക് കൊണ്ടുവന്നു. ഈ സംഭവം ബുർജ് ഖലീഫ പദ്ധതിയുടെ ആഗോള സ്വഭാവം വ്യക്തമാക്കുന്നു. ഏറ്റവും മികച്ചതെന്ന് കരുതിയ ഒരു യൂറോപ്യൻ കമ്പനി പരാജയപ്പെട്ടിടത്ത് പകരക്കാരായി എത്തിയത് ഏഷ്യയിൽ നിന്നുള്ള കമ്പനികളും വിദഗ്ധരുമാണ്. ഈ 300 ചൈനീസ് വിദഗ്ധന്മാർ ഇല്ലായിരുന്നുവെങ്കിൽ ബുർജ് ഖലീഫയുടെ നിർമ്മാണം ഒരുപക്ഷെ വർഷങ്ങളോളം വൈകുമായിരുന്നു. ഒരു ഡോക്യുമെൻ്ററി യാത്രയിൽ വെളിച്ചം മാത്രം കണ്ടാൽ പോരാ, അതിന് നിഴൽ വീഴ്ത്തിയ ഇരുണ്ട യാഥാർത്ഥ്യങ്ങളും അറിയണം. ഈ ഭീമൻ നിർമ്മിതിയുടെ ഉയർച്ചയ്ക്ക് പിന്നിൽ 12,000-ലധികം വരുന്ന നിർമ്മാണ തൊഴിലാളികളുടെ അവിശ്വസനീയമായ അധ്വാനമുണ്ട്. അവരിൽ ഭൂരിഭാഗവും ദക്ഷിണേഷ്യൻ രാജ്യങ്ങളായ ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള പാവപ്പെട്ട കുടിയേറ്റ തൊഴിലാളികളായിരുന്നു. ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സംഘടനകൾ അക്കാലത്ത് തൊഴിലാളികളുടെ മോശം സാഹചര്യങ്ങളെക്കുറിച്ച് നിരവധി റിപ്പോർട്ടുകൾ പുറത്തുവിട്ടു. പ്രധാന ആരോപണങ്ങൾ ഇവയായിരുന്നു:
ഒന്ന്, കുറഞ്ഞ വേതനം. വിദഗ്ധരായ മരപ്പണിക്കാർക്ക് പോലും ദിവസേന $7.6 സാധാരണ തൊഴിലാളികൾക്ക് വെറും $4, അതായത് ഇന്നത്തെ 300-ൽ പരം രൂപയും മാത്രമായിരുന്നു വേതനം. മറ്റൊന്നാണ് പാസ്പോർട്ട് പിടിച്ചുവെക്കൽ. തൊഴിലാളികൾ ജോലി ഉപേക്ഷിച്ച് പോകാതിരിക്കാൻ കരാർ കമ്പനികൾ അവരുടെ പാസ്പോർട്ടുകൾ പിടിച്ചുവെച്ചിരുന്നതായി വ്യാപകമായ ആരോപണമുയർന്നു. മറ്റൊന്നാണ് മോശം സാഹചര്യങ്ങൾ. ശമ്പളം മാസങ്ങളോളം വൈകൽ, മോശം താമസ സൗകര്യങ്ങൾ, അപകടകരമായ തൊഴിൽ സാഹചര്യങ്ങൾ എന്നിവ സാധാരണമായിരുന്നു. ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ഈ സാഹചര്യങ്ങളെ മനുഷ്യത്വപരമല്ലാത്തത് എന്നാണ് വിശേഷിപ്പിച്ചത്. ഈ ചൂഷണങ്ങൾക്കെതിരെ തൊഴിലാളികൾ പലതവണ പ്രതിഷേധിച്ചു. UAE-യിൽ ട്രേഡ് യൂണിയനുകൾ നിയമവിരുദ്ധമായിരുന്നതിനാൽ പ്രതിഷേധിക്കുകയല്ലാതെ അവർക്ക് മറ്റ് മാർഗമുണ്ടായിരുന്നില്ല. മാർച്ച് 2006 ലഹള എന്നറിയപ്പെടുന്ന ഒരു സംഭവമുണ്ടായി. ഏകദേശം 2500 തൊഴിലാളികൾ ഷിഫ്റ്റ് കഴിഞ്ഞ് പോകാനുള്ള ബസ്സുകൾ വൈകിയതിലും കുറഞ്ഞ വേതനത്തിലും പ്രതിഷേധിച്ച് വലിയൊരു ലഹളയുണ്ടാക്കി. അവർ സെറ്റിലെ ഓഫീസുകളും കമ്പ്യൂട്ടറുകളും നിർമ്മാണ സാമഗ്രികളും കാറുകളും തകർത്തു. ഏകദേശം 5 ലക്ഷം പൗണ്ടിൻ്റെ നാശനഷ്ടമുണ്ടായതായി കണക്കാക്കപ്പെടുന്നു. ഇതേ തുടർന്ന് നിർമ്മാണം താൽക്കാലികമായി നിർത്തിവെച്ചു. മറ്റൊന്നാണ് 2007-ലെ ഒക്ടോബർ സമരം. ബുർജ് ദുബായ് ഉൾപ്പെടെയുള്ള വിവിധ നിർമ്മാണ സ്ഥലങ്ങളിലെ 40,000-ഓളം തൊഴിലാളികൾ വേതന വർധനവ് ആവശ്യപ്പെട്ട് ചരിത്രത്തിലെ ഏറ്റവും വലിയ സമരങ്ങളിലൊന്ന് നടത്തി. എന്നാൽ ഈ സമരത്തെ ഗവൺമെൻറ് ശക്തമായി അടിച്ചമർത്തുകയും പങ്കെടുത്ത പലരെയും അറസ്റ്റ് ചെയ്യുകയും നാടുകടത്തുകയും ചെയ്തു. ലോകത്തിൻ്റെ നെറുകയിൽ എത്താനുള്ള ദുബായിയുടെ അതിവേഗത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുടെ സമ്മർദ്ദം മുഴുവൻ താങ്ങേണ്ടി വന്നത് ഈ തൊഴിലാളികളാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം നിർമ്മിക്കപ്പെട്ടത് ഇത്തരം വേദനാജനകമായ സാഹചര്യങ്ങളിലാണെന്നത് ഈ ചരിത്രത്തിൻ്റെ ഭാഗമായ ഒരു വലിയ വൈരുദ്ധ്യമാണ്. കെട്ടിടത്തിൻ്റെ മുകളിലെ 242.5 മീറ്റർ, അതായത് 796 അടി ഉയരമുള്ള ഭാഗം ഒരു ഉരുക്ക് ശിഖരമാണ്. 4000 ടണ്ണിലധികം ഭാരമുള്ള ഈ ശിഖരമാണ് കെട്ടിടത്തിന് അതിൻ്റെ റെക്കോർഡ് ഉയരം നൽകുന്നത്. എന്നാൽ ഇത് സ്ഥാപിച്ചത് അവിശ്വസനീയമായ ഒരു എഞ്ചിനീയറിംഗ് രീതി ഉപയോഗിച്ചായിരുന്നു. ഇത്രയും ഉയരത്തിൽ ശക്തമായ കാറ്റുള്ളപ്പോൾ ഒരു ക്രെയിൻ ഉപയോഗിച്ച് ഈ ഭീമൻ ശിഖരം ഉയർത്തുന്നത് അസാധ്യമായിരുന്നു. ഇതിന് എഞ്ചിനീയർമാർ കണ്ടെത്തിയ പരിഹാരം ഇതായിരുന്നു. ആദ്യം ഈ ശിഖരം വലിയ ഭാഗങ്ങളായി കെട്ടിടത്തിനുള്ളിൽ തന്നെ കൂട്ടിയോജിപ്പിച്ചു. അതിനുശേഷം അതിശക്തമായ ഹൈഡ്രോളിക് സ്റ്റാൻഡ് ജാക്കുകൾ ഉപയോഗിച്ച് ഈ 4000 ടൺ ഭാരമുള്ള ശിഖരത്തെ പതുക്കെ മുകളിലേക്ക് തള്ളി യഥാസ്ഥാനത്ത് ഉറപ്പിച്ചു. ലോകം കണ്ട ഏറ്റവും അത്ഭുതകരമായ എഞ്ചിനീയറിംഗ് പ്രക്രിയകളിൽ ഒന്നാണിത്. പുറത്തുള്ള ക്രെയിനിന് എത്താൻ കഴിയാത്തത്ര ഉയരത്തിൽ ഈ ശിഖരം സ്ഥാപിക്കാൻ ഒരേയൊരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. അതിനെ കെട്ടിടത്തിൻ്റെ ഉള്ളിൽ നിന്ന് മുകളിലേക്ക് തള്ളുക. ഈ ജാക്കിംഗ് പ്രക്രിയ കെട്ടിടത്തിൻ്റെ ആകെ ഉയരം അവസാന നിമിഷം വരെ രഹസ്യമാക്കി വയ്ക്കാനും നിർമ്മാതാക്കളെ സഹായിച്ചു. ബുർജ് ഖലീഫയുടെ നിർമ്മാണ ചരിത്രത്തിലെ ഏറ്റവും നാടകീയമായ മുഹൂർത്തം അതിൻ്റെ ഉദ്ഘാടന ദിവസമായിരുന്നു. 2008-ലെ ആഗോള സാമ്പത്തിക മാന്ദ്യം ദുബായിയെ അതീവ ഗുരുതരമായി ബാധിച്ചു. റിയൽ എസ്റ്റേറ്റ് വിലകൾ കൂപ്പുകുത്തി. ദുബായ് സർക്കാരിൻ്റെ കീഴിലുള്ള ദുബായ് വേൾഡ് എന്ന കമ്പനി $59 ബില്യൺ കടക്കണിയിലായി. ദുബായ് സാമ്പത്തികമായി തകരുമെന്ന അവസ്ഥ വന്നു. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ UAE-യുടെ തലസ്ഥാനവും എണ്ണ സമ്പന്നവുമായ അബുദാബി ദുബായിയുടെ സഹായത്തിനെത്തി. 2009 ഡിസംബറിൽ
അബുദാബി ഭരണാധികാരിയും UAE പ്രസിഡന്റുമായ ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാൻ ദുബായിയെ രക്ഷിക്കാൻ $10 മില്യൺ സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചു. 2010 ജനുവരി 4 ലോകം മുഴുവൻ കാത്തിരുന്ന ഉദ്ഘാടന ചടങ്ങ്. അപ്പോഴും കെട്ടിടത്തിന്റെ പേര് ബുർജ് ദുബായ് അല്ലെങ്കിൽ ദുബായ് ടവർ എന്നായിരുന്നു. വർണ്ണാഭമായ ചടങ്ങിൽ ഉദ്ഘാടന പ്രസംഗത്തിനായി ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം മൈക്കിന് അരികിലെത്തി. ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹം പ്രഖ്യാപിച്ചു, ഈ മഹത്തായ കെട്ടിടം ഒരു മഹാനായ മനുഷ്യന്റെ പേര് അർഹിക്കുന്നു. ഇന്ന് ഞാൻ ബുർജ് ഖലീഫ ഉദ്ഘാടനം ചെയ്യുന്നു. അതേ, സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് ദുബായിയെ രക്ഷിച്ച അബുദാബി ഭരണാധികാരി ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാനോടുള്ള നന്ദി സൂചകമായി ആ പേരുമാറ്റം നടത്തി. ഇത് വെറുമൊരു പേരുമാറ്റമായിരുന്നില്ല. ദുബായിയുടെ അഭിമാന സ്തംഭമായി ഉയർന്ന ബുർജ് ദുബായ് സാമ്പത്തികമായി തങ്ങളെ രക്ഷിച്ച വലിയ സഹോദരനായ അബുദാബിയുടെ ഭരണാധികാരിയുടെ പേരിൽ പുനർനാമകരണം ചെയ്യപ്പെട്ടു. ഇത് കേവലം നന്ദി പ്രകടനത്തിനപ്പുറം ഒരു രാഷ്ട്രീയവും സാമ്പത്തികവുമായ അടിയറവ് അഥവാ മൂവ്മെന്റ് ഓഫ് സപ്ലിക്കേഷൻ ആയിരുന്നു. UAE എന്ന രാജ്യത്തിനകത്തെ അധികാര സമവാക്യങ്ങൾ ലോകത്തിന് മുന്നിൽ വ്യക്തമാക്കിയ ഒരു ചരിത്ര നിമിഷമായിരുന്നു അത്. ബുർജ് ഖലീഫ ഒരു കെട്ടിടം എന്നതിലുപരി അതൊരു ലംബ നഗരമാണ്. അതിനുള്ളിൽ ആഡംബര വസതികൾ, ഓഫീസുകൾ, റെസ്റ്റോറൻറ്റുകൾ, നിരീക്ഷണ കേന്ദ്രങ്ങൾ, ലോകത്തിലെ ആദ്യത്തെ അർമാനി ഹോട്ടൽ എന്നിവയെല്ലാം ഉണ്ട്. എന്താണ് അർമാനി ഹോട്ടൽ? കെട്ടിടത്തിൻ്റെ താഴെ 8 നിലകളും 38-39 നിലകളും പ്രശസ്ത ഇറ്റാലിയൻ ഫാഷൻ ഡിസൈനറായ ജോർജിയോ അർമാനി വ്യക്തിപരമായി രൂപകൽപ്പന ചെയ്ത ആഡംബര ഹോട്ടലാണ്. അർമാനിയുടെ പ്രശസ്തമായ മിനിമലിസ്റ്റ് ശൈലിയിൽ അതീവ ലളിതവും എന്നാൽ ആഡംബരപൂർണവുമായ രീതിയിലാണ് ഹോട്ടലിൻ്റെ എല്ലാ മുറികളും അലങ്കരിച്ചിരുന്നത്. ഇത്രയും വലിയൊരു ലംബ നഗരം പ്രവർത്തിപ്പിക്കുന്നത് ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതമാണ്. ഇതിലെ ജലവിതരണമാണ് ഏറ്റവും ശ്രദ്ധേയമായത്. ഈ കെട്ടിടത്തിന് ദിവസവും ശരാശരി 9,46,000 ലിറ്റർ ജലം ആവശ്യമുണ്ട്. ഇത് 100 കിലോമീറ്റർ നീളമുള്ള പൈപ്പുകളിലൂടെ പല ഘട്ടങ്ങളിലായി മുകളിലേക്ക് പമ്പ് ചെയ്താണ് എത്തിക്കുന്നത്. മറ്റൊന്നാണ് മാലിന്യ സംസ്കരണം. ബുർജ് ഖലീഫയിലെ മലിനജലം ട്രക്കുകളിലാണ് കൊണ്ടുപോകുന്നത് എന്നൊരു വലിയ പ്രചാരണം നിലവിലുണ്ട്. എന്നാൽ അത് പൂർണ്ണമായും തെറ്റാണ്. കെട്ടിടത്തെ പൂർണ്ണമായും ദുബായ് മുനിസിപ്പാലിറ്റിയുടെ ആധുനിക മലിനജല ശൃംഖലയുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. മറ്റൊന്നാണ് ഇതിൻ്റെ ജനൽ വൃത്തിയാക്കൽ. കെട്ടിടത്തിൻ്റെ 24,348 ജനലുകൾ പൂർണ്ണമായും വൃത്തിയാക്കാൻ 3 മുതൽ 4 മാസം വരെ വേണം. ഇതിനായി മാത്രം ഓസ്ട്രിയൻ കമ്പനിയായ കോക്സ് ഗോമിൽ 18 അത്യാധുനിക ബിൽഡിംഗ് മെയിൻ്റനൻസ് യൂണിറ്റുകൾ രൂപകൽപ്പന ചെയ്തു. 13 ടൺ വരെ ഭാരമുള്ള ഈ യന്ത്രങ്ങൾ കെട്ടിടത്തിൻ്റെ വശങ്ങളിലെ പ്രത്യേക ട്രാക്കുകളിലൂടെ സഞ്ചരിച്ചാണ് ജനലുകൾ വൃത്തിയാക്കുന്നത്. ഏറ്റവും മുകളിലെ ശിഖരം മാത്രം റോപ്പ് ആക്സസ് എന്ന സാഹസികമായ രീതിയിലൂടെയാണ് തൊഴിലാളികൾ വൃത്തിയാക്കുന്നത്. മരുഭൂമിയിലെ ഏറ്റവും വലിയ വെല്ലുവിളി ജലദൗർലഭ്യമാണ്. എന്നാൽ ബുർജ് ഖലീഫ ഇതിനൊരു അത്ഭുതകരമായ പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട്. കെട്ടിടത്തിൻ്റെ കൂറ്റൻ എയർ കണ്ടീഷനിങ് സംവിധാനം മരുഭൂമിയിലെ ഈർപ്പമുള്ള വായുവിനെ തണുപ്പിക്കുമ്പോൾ അതിൽ നിന്ന് ആയിരക്കണക്കിന് ലിറ്റർ വെള്ളം ഘനീഭവിക്കുന്നു. ഇങ്ങനെ ശേഖരിക്കുന്ന വെള്ളം കെട്ടിടത്തിന് ചുറ്റുമുള്ള മനോഹരമായ പാർക്കിലെ ചെടികൾ നനയ്ക്കാനായി ഉപയോഗിക്കുന്നു. അതായത് ഈ കെട്ടിടം അതിന് ആവശ്യമായ ജലം അതിൻ്റെ ഒരു ഭാഗം സ്വയം നിർമ്മിക്കുന്നു.
ബുർജ് ഖലീഫ ഇന്ന് ദുബായിയുടെ പര്യായമാണ്. അത് നഗരത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെയും ടൂറിസത്തെയും മാറ്റിമറിച്ചു. റിയൽ എസ്റ്റേറ്റ് രംഗത്ത് ബുർജ് ഖലീഫ ഇഫക്റ്റ് എന്നൊരു വാക്ക് തന്നെയുണ്ട്. ഈ കെട്ടിടം വന്നതോടെ അതിനു ചുറ്റുമുള്ള ഡൗൺ ടൗൺ ദുബായ് എന്ന പ്രദേശം ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള റിയൽ എസ്റ്റേറ്റ് കേന്ദ്രങ്ങളായി മാറി. ബുർജ് ഖലീഫയുടെ കാഴ്ചയുള്ള അപ്പാർട്ട്മെൻറ്റുകൾക്ക് മറ്റു വീടുകളെ അപേക്ഷിച്ച് ശരാശരി 30% വരെ വില കൂടുതലാണ്. കെട്ടിടത്തിന് ഉള്ളിലെ അപ്പാർട്ട്മെൻറ്റുകളുടെ വില ദുബായ് നഗരത്തിലെ ശരാശരിയേക്കാൾ വളരെ മുകളിലാണ്. ഇന്ന് ദുബായ് ടൂറിസത്തിൻ്റെ മുഖമുദ്രയാണ് ഈ കെട്ടിടം. വർഷം തോറും ഏകദേശം 17 ദശലക്ഷം സന്ദർശകരാണ് അറ്റ് ദ ടോപ്പ് എന്ന നിരീക്ഷണ കേന്ദ്രം സന്ദർശിക്കാൻ എത്തുന്നത്. ഈ ടിക്കറ്റ് വരുമാനത്തിൽ നിന്ന് മാത്രം $621 മില്യൺ ലഭിക്കുന്നതായി കണക്കാക്കപ്പെടുന്നു. ദുബായിൽ എത്തുന്ന ആകെ അന്താരാഷ്ട്ര സന്ദർശകരിൽ 48% പേരും ബുർജ് ഖലീഫ സന്ദർശിക്കുന്നുവെന്ന് 2024 ഒരു റിപ്പോർട്ട് പറയുന്നു. $1.5 ബില്യൺ മുടക്കി നിർമ്മിച്ച ഈ കെട്ടിടം ഒറ്റനോട്ടത്തിൽ ഒരു നഷ്ടക്കച്ചവടമായി തോന്നാം. ഉദ്ഘാടനം കഴിഞ്ഞ ഉടനെ സാമ്പത്തിക മാന്ദ്യം കാരണം 900 അപ്പാർട്ട്മെൻറ്റുകളിൽ 825 ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു. എന്നാൽ ഇമാർ പ്രോപ്പർട്ടീസിൻ്റെ യഥാർത്ഥ ലക്ഷ്യം കെട്ടിടത്തിൽ നിന്നുള്ള ലാഭമായിരുന്നില്ല. ബുർജ് ഖലീഫ എന്ന ഗ്ലോബൽ ഐക്കോൺ ഉപയോഗിച്ച് അതിനു ചുറ്റുമുള്ള 202 ഹെക്ടർ വരുന്ന മരുഭൂമിയെ ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള റിയൽ എസ്റ്റേറ്റാക്കി മാറ്റുക എന്നതായിരുന്നു ആ ലക്ഷ്യം. ഗംഭീരമായി അവർ നേടി. ഇത്രയും വലിയൊരു കെട്ടിടം പരിസ്ഥിതിക്ക് ദോഷകരമാകാം, എന്നാൽ ഊർജക്ഷമതയിലും സുസ്ഥിരതയിലും ബുർജ് ഖലീഫ മുന്നിലാണ്. US ഗ്രീൻ ബിൽഡിംഗ് കൗൺസിലിൻ്റെ ഏറ്റവും ഉയർന്ന ലീഡ് പ്ലാറ്റിനം സർട്ടിഫിക്കേഷൻ ഈ കെട്ടിടത്തിന് ലഭിച്ചിട്ടുണ്ട്. മുകളിൽ പറഞ്ഞ ജല പുനരുപയോഗ സോളാർ പാനലുകൾ എന്നിവയെല്ലാം ഇതിനെ സഹായിച്ചു. ബുർജ് ഖലീഫയുടെ മുകളിലെ 148ാമത്തെ നിലയിലുള്ള ഒബ്സർവേഷൻ ഡെക്കിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ദുബായ് എന്ന നഗരത്തെ മാത്രമല്ല, മണലിൽ നിന്ന് ആകാശത്തേക്ക് ഉയരുന്ന മനുഷ്യൻ്റെ അടങ്ങാത്ത ഇച്ഛാശക്തിയെയാണ്. 6000 വർഷത്തെ മനുഷ്യ ചരിത്രത്തിൽ ബാബിലോണിയിലെ തൂങ്ങുന്ന പൂന്തോട്ടം മുതൽ ഈജിപ്തിലെ പിരമിഡുകൾ വരെ മനുഷ്യൻ നിർമ്മിച്ച മഹാ അത്ഭുതങ്ങളുടെ പട്ടികയിലാണ് ബുർജ് ഖലീഫയുടെ സ്ഥാനവും. ഇത് കോൺക്രീറ്റും സ്റ്റീലും മാത്രമല്ല, ഇതൊരു സ്വപ്നമാണ്. സാമ്പത്തിക പ്രതിസന്ധികളെയും അവിശ്വസനീയമായ എഞ്ചിനീയറിംഗ് വെല്ലുവിളികളെയും നിർമ്മാണ ഘട്ടത്തിലെ തകർച്ചകളെയും അതിനു പിന്നിലെ മാനുഷിക പ്രശ്നങ്ങളെയും അതിജീവിച്ച് ആകാശം മുട്ട് വളർന്ന ഒരു സ്വപ്നം. ആ സ്വപ്നത്തിൻ്റെ നെറുകയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇന്ന് ലോകത്തെ നോക്കിക്കാണുന്നത്.